ബുദ്ധൻ്റെ ആഷ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആഗ്രഹം നടന്നാൽ ഇവിടെ പടക്കം പൊട്ടിക്കും. ഒരു ആഷ്യൂനട്ട് ഫാക്ടറിയിലാണ് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. സൗന്യ ഷോപ്പ്. ഇവിടെ നമുക്കൊരു കോഫി ബ്രേക്ക് ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇങ്ങനെ ബി മൈ ഡിയർ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ആണ് മെയിൻ. റോഡ് ഫുൾ ബ്ലോക്ക് ആക്കി റോഡിന് നടുവിലുണ്ടല്ലേ ആ മാർക്കറ്റ്. തായ്ലാൻഡിൽ 2ാമത്തെ ദിവസം. ഇപ്പോൾ നമ്മൾ ഫുക്കറ്റിൽ പത്തോങ്ങിൻ്റെ സെൻറ്ററിലാണ്. ഇവിടെയാണ് ബംഗ്ലാ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ടൂർ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകും. എന്തായാലും പോയോക്കട്ടെ. ഞങ്ങൾ 7-Eleven വീണ്ടും വന്നു. ഒരു കോഫി ഉണ്ടാക്കി കൊണ്ടിരിക്കുക. യെസ്, അങ്ങനെ ഞങ്ങൾ ഏകദേശം 7-Eleven കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ചിട്ട് എന്ത് ചെയ്ത് അവിടെ അടുത്തൊരു ടൂർ ബുക്കിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇയാളുടെ അടുത്ത് കുറവാണ്. നല്ലൊരു മനുഷ്യൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനും ഇതൊക്കെ. ഒരു തായ്ലാൻഡ് റെസിഡൻ്റാണ് തോന്നുന്നുണ്ട്. മൂപ്പര് ഞങ്ങൾക്ക് എന്ത് 2 ടൂർ ബുക്ക് ചെയ്തതാണ്. ഒന്ന് നാളേക്കുള്ള ഫീഫി ഐലൻഡ്, പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ടൈഗർ ടൂർ. അതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ബിഗ് ബുദ്ധ, അങ്ങനെ കുറേ വ്യൂ പോയിൻ്റ്, അതേപോലെ തന്നെ ടെമ്പിൾസ് ഉണ്ട്. പിന്നെ അതേപോലെ ടൈഗർ വിത്ത് ടൈഗർ, ഫോട്ടോ വിത്ത് എലിഫൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടൊക്കെ ജൂൺ സൈലോൺ മാൾ പത്തോങ് സെൻട്രലിലാണ്. ഇവിടെ എല്ലാത്തിനും എക്സ്പെൻസീവ് ആട്ടോ. ബാങ്കോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഫുക്കറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്. ഫുക്കറ്റിൽ ഭയങ്കര എക്സ്പെൻസീവ്. എല്ലാതും ഹോട്ടലായാലും ഡ്രസ്സിനായാലും ഈ കരകൗശല സാധനങ്ങളൊക്കെ ആയാലും എന്തിനും മോർ എക്സ്പെൻസീവ് ഫുക്കറ്റാണ് ബാങ്കോക്കിനേക്കാളും. ബാങ്കോക്ക് ഹോട്ടൽ 4000 രൂപക്ക് 5 സ്റ്റാർ ഹോട്ടൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 1 സ്റ്റാർ കിട്ടുള്ളൂ. 1 സ്റ്റാർ ഉണ്ടോ അറിയില്ല, പക്ഷേ അത്രയും ക്വാളിറ്റി കുറഞ്ഞ ഹോട്ടൽ നമുക്ക് 4000-5000 രൂപക്ക് ഇപ്പോൾ സീസണിൽ കിട്ടുള്ളൂ കേട്ടോ. ഓഫ് സീസണിൽ മേ ബി ഉണ്ടാവും. ഈ ജനുവരി ഡിസംബർ ഈ സീസണിലൊക്കെ ഭയങ്കര റേറ്റാണ്. അങ്ങനെ 1 മണിക്കാണ് ഞങ്ങൾ ടൂറ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങാണ്. ഞങ്ങളിപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അവർ ലൈവ് ലൊക്കേഷൻ ഇട്ടാ നിങ്ങളെ അതിൻ്റെ ഗൈഡ്. അവരെത്തേണ്ട നമുക്ക് പോവാം. അങ്ങനെ അവരെ വണ്ടി വന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളെ Chai is mean victory, the day of victory. That is my meaning name. Okay, but some language Chai is mean tea. Yes. അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഷലോങ് ടെമ്പിളിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അപ്പോൾ ഗൈഡ് പറയുന്നത് എന്താ വെച്ചാൽ ഇത് ബുദ്ധിസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു ടെമ്പിളാണെന്ന് അവർ പറഞ്ഞത്. കാരണം ഫുക്കറ്റ് ഐലാൻഡിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ടെങ്കിലും ഫുക്കറ്റുകാർക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് 3 നിലയുണ്ട്. നമുക്ക് 3ാമത്തെ നിലയിൽ വരെ പോവാം. പിന്നെ ഇത് ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബുദ്ധൻ്റെ ആഷ് ഇവിടെ സ്റ്റോർ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, ഇതൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ അവർ പറഞ്ഞ്. അതേപോലെ തന്നെ അത് ശ്രീലങ്കയിൽ നിന്ന് കൊടുന്ന ആഷാണെന്ന് പറഞ്ഞത് ബുദ്ധൻ്റെ. നമുക്ക് കാണാം ഷലോങ് ടെമ്പിളാണത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഷലോങ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാം കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് ബുദ്ധിസ്റ്റ് സ്റ്റാറ്റ്യൂസ് കാണാം, ഇഷ്ടംപോലെ. നിങ്ങളിപ്പോൾ ഒരു പടക്കം പൊടുന്ന സൗണ്ട് കേൾക്കണില്ലേ? അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലോർ. ഇങ്ങനെയാണ് ഇതിൻ്റെ. നമുക്ക് ഇതിൻ്റെ 2nd ഫ്ലോറിലേക്ക് പോയി നോക്കാം. ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് നമുക്ക് കാണാം. സെക്കൻഡ് ഫ്ലോർ ആൾസോ ഒരുപാട് ബുദ്ധൻ്റെ സ്റ്റാറ്റ്യൂസാണ്. ഇവിടെ വെളിച്ചം കുറവാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മളിനി അതിൻ്റെ 3rd ഫ്ലോറിലേക്കൊക്കെ അവിടെ പോകണം. 3rd ഫ്ലോറിലാണ് ബുദ്ധൻ്റെ ആഷ് ഇരിക്കണമെന്ന് പറഞ്ഞു. യെസ്, അതാണ് തോന്നണത് ആഷ്. പിന്നെ സെൻറ്ററിൽ കണ്ടില്ലേ, അതാണ് ബുദ്ധൻ്റെ ആഷ്. റൗണ്ട് ട്രിപ്പ് അടിക്കാം.
ഇവിടെ നമുക്ക് കുറച്ച് മലനിരകളൊക്കെ കാണാം. ഇതൊരു 360 ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ടെമ്പിളിൻ്റെ. ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യണ ഒരു ടെമ്പിളാട്ടത്. അവിടെ ഒരു പുഴ കാണാം നമുക്ക്. ഇവിടെ മലനിരകൾ കാണാം. തായ്ലാൻഡിൽ അതേപോലെ തന്നെ ഒരു ബിഗ് ബുദ്ധ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണ് നമുക്ക് അവിടെ കാണാം. ബിഗ് ബുദ്ധ അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ആണെന്ന് പറഞ്ഞത്. 1.5 വർഷമായിട്ട് അവിടെ ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് അവിടെ ക്ലോസ് ആണല്ലോ. ഇവിടെ നല്ല ചൂടാട്ടോ. ഇപ്പോൾ തന്നെ നല്ല ചൂടാണ്. കാലൊക്കെ നല്ല വേദന കൊണ്ട് ചൂടായിട്ട്. ഇവിടുത്തെ ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇവിടെ വിഷ് ചെയ്ത് നമുക്ക് വിഷ് പറയാം. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ആഗ്രഹം നമുക്ക് ഇവിടെ വന്ന് പറയാം. പറഞ്ഞാൽ അത് നടന്നാൽ എന്ത് ചെയ്യും? ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒരു വിഷ് ചെയ്തിട്ട് അത് ആഗ്രഹം നടന്നാൽ ഇവിടെ പടക്കം പൊട്ടിക്കും അവർ വന്നിട്ട്. അങ്ങനെ ഒരു ചെറിയ കലാപരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പടക്കം പൊട്ടുന്ന സൗണ്ട് ആക്കുക. എന്ന് വെച്ചാൽ ആൾക്കാർ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ട് വിഷ് ചെയ്ത് ആ കാര്യം നടന്നാൽ അവർ എന്ത് ചെയ്യും? നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ പടക്കം പൊട്ടിക്കും. അത് ഓരോ ആചാരങ്ങളാണ്. ബുദ്ധിസത്തിൻ്റെ ആചാരങ്ങളാവും മേ ബി. നമുക്കവിടെ ബുദ്ധിസത്തിൻ്റെ പ്രാർത്ഥനയാണോ എന്തോ നടക്കുന്നുണ്ട് അവിടെ. തായ് ഭാഷയിലാണ് പറയണത്. ഒന്നും മനസ്സിലാവണില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ പോയി ഇരുന്നിട്ട് അത് കേൾക്കണമെങ്കിൽ കേൾക്കുക. പിന്നെ അതേപോലെ തന്നെ അവിടെ നമുക്കൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ആണ്. ഇവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ആൾക്കാരൊക്കെ അവിടെ ഇരുന്നാലും പ്രാർത്ഥനയിലാണ് തോന്നുന്നത്. ഇതിനെയൊക്കെ പടക്കം പൊടുന്ന സൗണ്ട് കേട്ടില്ലേ? അവിടെ എന്താന്ന് പറഞ്ഞാൽ ഒരാഗ്രഹം നടന്ന് ഇവിടെ നമുക്ക് കാണാം. ആളുകൾ ചന്ദനത്തിരിയും മെഴുകുതിരിയൊക്കെ കത്തിക്കണം നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു പൂവുണ്ട്, ചന്ദനത്തിരി എല്ലാം ഒരു കത്തിക്കണമാണ്. ഡെസ്റ്റിനേഷനായ ശ്രീ പുപ്പാപ്പ ഓർക്കിഡ് കാഷ്യൂനട്ട് ഫാക്ടറിയിലാണ് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കാഷ്യൂ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇവിടെ ഒരു കാഷ്യൂൻ്റെ ഷോപ്പുണ്ട്. സോ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു? കാഷ്യൂനട്ട് ഫാക്ടറിയിലാണ്. അപ്പോൾ കേരളക്കാർക്ക് ഇത് ചിലപ്പോൾ വലിയ സംഭവമില്ല. കാരണം നമ്മളിത് വീട്ടിൽ പണ്ട് ചെയ്തിരുന്ന അണ്ടി ചുട്ട് തിന്നെന്ന് പറയും. അതുതന്നെ ഇവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കണത്. ഇപ്പോൾ അതൊരാൾ ചുട്ടണ്ടി പൊളിക്കുന്നു, ഒരാളത് ഇതാ സെയിം ഇവിടെ അതന്നെ ചുട്ടണ്ടി പൊളിക്കുകയാണ് ആൾക്കാർ. അതിൻ്റെ നമുക്ക് സാമ്പിൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവർ തരും കേട്ടോ. യെസ്, they are giving the sample. ഹായ്, ഇതിൽ നമുക്ക് ആൾക്കാർ സാമ്പിൾ കൊടുത്ത ആൾക്കാരെ ഉയർത്തിയിട്ട് വാങ്ങിപ്പിക്കുകയാണ്. ഇത് മസാല എന്തൊക്കെ ഒരു മസാല ഇട്ട അണ്ടിപ്പരിപ്പത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാമ്പിൾസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എത്ര വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് പോയിക്കാണ് ഡിഫറെൻറ്റ് മസാലാസിലുള്ള കാഷ്യൂനട്ട്. ടോമിയം ഫ്ലേവറിലുള്ള ഇതാണ് കാഷ്യൂനട്ടാണ്. ഇവിടെ നമുക്ക് നോറി സീവീഡ് എന്ന് പറഞ്ഞതിലുള്ള ഒരു കാഷ്യൂനട്ടാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബാർബിക്യൂ ടേസ്റ്റിലുള്ള കാഷ്യൂനട്ട്. നെക്സ്റ്റ് വൺ സോർ ക്രീം ഒനിയൺ ആൻഡ് ട്രഫിൾ. ഇത് ട്രഫിൾ എന്ന് പറഞ്ഞൊരു ടേസ്റ്റാണ്. ബട്ടർ, ഗാർലിക്, കോട്ടഡ് കാഷ്യൂനട്ട്, സെസെയിം കോട്ടഡ്, ചോക്ലേറ്റ് കോട്ടഡ്, കോഫി കോട്ടഡ്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള കാഷ്യൂനട്ട്സ് നമ്മൾ വരുന്നതാണ്. എന്താ പറയുക, കാഷ്യൂനട്ട്, കോട്ടഡ് കാഷ്യൂനട്ട്, കോക്കനട്ട്, ദിസ് വൺ സാൾട്ടഡ് ആൻഡ് ഹണി. പിസ്ത കാണാം, അതേപോലെ തന്നെ മിഠായി കാണാം. നമുക്കിതൊന്നും ഒരു വലിയ സംഭവം ഒന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ നാട്ടിൽ നിന്നല്ലേ വരുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പറങ്കിമാങ്ങ ഞങ്ങളുടെ നാട്ടിൽ പറയാം. പറങ്കിമാങ്ങൻ്റെ മരമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് സംഭവം ഒന്നുമില്ല. ഫോറിനേഴ്സിന് ഇത് ഭയങ്കര സംഭവം. അവർ ഇഷ്ടംപോലെ വാങ്ങി തിന്നുന്നുണ്ട്.
ഇവിടെ നമുക്ക് അടുത്ത വരെ തന്നെ ഇവിടെയും ഷോപ്പുണ്ട്, ബാക്കിൽ ഷോപ്പുണ്ട്, ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഓരോ ഷോപ്പ് നമുക്ക് കാണാം. ഇനിയാണ് ഡ്രൈഡ് ലോങ്ങൻ കാണാം. നമ്മളെ ലോങ്ങൻ ഇല്ലേ അതിൻ്റെ ഡ്രൈഡ് വേർഷൻ. ഇവിടെയൊക്കെ ഇതാണ് കാഷ്യൂവിൻ്റെ ബൈങ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ. യെസ്, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സൗവനിയർ ഷോപ്പ്. ഇവിടെ നമുക്കൊരു കോഫി ബ്രേക്ക് ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ സൗവനിയർ ഷോപ്പ് ഇവർ ഫുള്ള് നമ്മളെ കൊണ്ട് മാക്സിമം ക്യാഷ് ഇവിടെ തായ്ലൻഡിൽ ചിലവഴിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, കോഫി കുടിക്കാൻ. ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്തായിരുന്നു, നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. കുറേ ജ്വല്ലേഴ്സ് ആൾക്കാരെ പറ്റിക്കണം കുറേ പരിപാടിയില്ല. പറ്റിക്കാന്നല്ല, ഓവർ റേറ്റ് കൊടുത്തിട്ട് വെറുതെ ഒരു ആവശ്യമില്ലാതെ. സോ നമ്മൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് ഉള്ളിൽ. സോ നമ്മളെന്ത് പുറത്തിറങ്ങിയിട്ട് ഇവിടെ കോഫി നമുക്ക് തന്നെ ഉണ്ടാക്കി കുടിക്കാം. ഇവിടെ നമുക്ക് ബ്ലാക്ക് കോഫി കിട്ടും, അതേപോലെ തന്നെ ക്രീമുണ്ട്, ഷുഗറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് കുടിക്കാം. സ്ട്രോങ് ആയിട്ടുള്ള കോഫിയാണ്. പിന്നെ ഫോർത്ത് ഡെസ്റ്റിനേഷൻ ബി മൈ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ബി മൈ ഡിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹണി ബീ ഫാമൊക്കെ വന്നിങ്ങനെ. ഇവിടെ നമുക്ക് സ്റ്റിക്കറൊക്കെ, അതേപോലെ നേരത്തെ നമ്മൾ ആ കാഷ്യൂനട്ട് ഫാക്ടറി പോയപ്പോൾ സ്റ്റിക്കർ തന്നിരുന്നത്. അത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്കർ ഏത് സ്റ്റിക്കർ വെച്ചിട്ടുള്ള ആൾക്കാരാണ് അവിടെ പോയി വാങ്ങുന്ന സാധനം. അപ്പോൾ അതിൻ്റെ കമ്മീഷന് അത് വന്ന വണ്ടി ഗൈഡുണ്ടാവും മേ ബി കിട്ടുന്നുണ്ടാവുക, അതിനു വേണ്ടി അവർ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ബി മൈ ഡിയർ ഹണി ഫാം ഫുക്കറ്റ് നമുക്കിവിടെ കാണാം. Because male when it fly out to mating with the queen bee queen, and this box we collect honey every 3 months. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്നു കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി. ഇതൊക്കെ ശരിക്കും നമ്മളെ കേരളത്തിൽ ഇതുപോലത്തെ ഓരോ ടൂറും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫോറിനേഴ്സിനെ നമുക്ക് കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാം, ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. ഇവരുടെ മെയിൻ ഉദ്ദേശം നമ്മളെ ഇത് കാണിക്കലൊന്നല്ല, നമ്മളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കലാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ടൈപ്പ് ഹണിയാണല്ലോ ലോങ്ങൻ ഹണി എന്ന് പറയുമ്പോൾ ലോങ്ങൻ ഫ്രൂട്ട് ഇല്ലേ, ആ ഫ്രൂട്ട് അതിലുണ്ടാവണ ഹണി. അതേപോലെ തന്നെ വൈൽഡ് ഫ്ലവർ ഹണി ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സാമ്പിൾസ് കാര്യങ്ങളാണ് അതിൻ്റെ ഹണി. അതേപോലെ തന്നെ പ്രോപ്പോളിസ് എന്ന് പറയുന്ന സംഭവം, ബീ പോളന്, അങ്ങനത്തെ കുറച്ച് സാമ്പിൾസ് തന്ന്. പിന്നെ ഇവിടെ ഫുള്ള് എല്ലാം വെക്കാനുള്ളതാണ്. ഫുള്ള് ഇതൊക്കെ എന്താണ് ഡെമോൺസ്ട്രേഷനുള്ള ഓരോ ടേബിളാണ്. ഇവിടെ എല്ലാം ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഹണി ഏറ്റവും കുറഞ്ഞതിന് 390 210 ഗ്രാമിന് കേട്ടോ. ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് വാങ്ങിപ്പിക്കുന്നത്. സയൻറ്റിഫിക്കായിട്ട് ഒരു അടിസ്ഥാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഓരോ സാധനത്തിനും ഒരു പറയണതിന്. പക്ഷേ കാര്യങ്ങൾ അത് മാറും, ഈ അസുഖം മാറും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാങ്ങിപ്പിക്കണം ആൾക്കാരെ കൊണ്ട്. അങ്ങനെ 5ാമത്തെ ഡെസ്റ്റിനേഷനുള്ള ബിഗ് ബുദ്ധയിലെത്തിയാണ്. അപ്പോൾ ബിഗ് ബുദ്ധ വ്യൂ പോയിന്റ്. അവിടെ ബിഗ് ബുദ്ധ ക്ലോസ് ആണെന്ന് പറഞ്ഞു. അവിടെ ലാൻഡ് സ്ലൈഡ് നടന്നാല് ഒരു കൊല്ലം മുമ്പ്. സോ അത് ക്ലോസ് ആണ്. ഇപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലുള്ളത്. അപ്പോൾ ഇവിടെ 20 മിനിറ്റ് ഞങ്ങൾക്ക് ഗൈഡ് അനുവദിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത്. കടൽ പ്ലസ് സിറ്റി ചേരുന്നൊരു വ്യൂ കാണിച്ചു തരാം. നമുക്ക് അവിടെ കാണാം. നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല കടലും അതുപോലെ തന്നെ മലനിരകളും സിറ്റിയും കൂടി ഒരുമിക്കുന്ന ഒരു വ്യൂ. സിറ്റി, കടല്, പിന്നെ മൗണ്ടൻസ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ വ്യൂവിൻ്റെ. അവിടെ ഇരുന്നിട്ടും കാണാം. ബുദ്ധ ടെമ്പിൾ കാണാം. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ബുദ്ധ. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ക്ലോസാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എലിഫൻറ്റ് ഏരിയ. ഇവിടെ നമുക്ക് കുറേ ആനകളെ കാണാം. ആനകളുടെ മുകളിൽ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിൽ റൈഡ് എടുത്താൽ, അല്ലാന്നവർക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഫുഡ് കൊടുത്താൽ നിങ്ങൾക്ക് ആന തരുന്ന പറഞ്ഞ്. അതിന് ഫുഡ് കൊടുക്കാനുള്ള ഒരു പാത്രത്തിൻ്റെ റേറ്റ് ഏകദേശം 100 ബാത്ത് തരും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 100 ബാത്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ ഫുഡ് കൊടുക്കാം. ഫുഡ് കൊടുത്താൽ അത് തരുന്ന പറഞ്ഞത്. ഓക്കെ,
ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷെ അവിടെ വർക്ക് നടന്നുണ്ട് പെയിന്റിങ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഇത് കണ്ട പോണ്ടിൽ, ചെറിയൊരു പോണ്ടിൽ ഗപ്പിയാണ് ഗപ്പി. അവർ സെക്കൻഡ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ടൈഗർ പാർക്ക്. ഇവിടെ നമുക്ക് ടൈഗറിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം, തൊടാം, എല്ലാം ചെയ്യാം. അവർ ഇവിടെ വരണ മുന്നേ നമ്മളോട് ചോദിക്കും ഏത് സൈസിലുള്ള ടൈഗറാണ് വേണ്ടതെന്ന്. വലിയ ടൈഗർ ആവാം, ചെറിയ ടൈഗർ ആവാം, മീഡിയം സൈസ് ആവാം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വലിയ ടൈഗറിനുള്ള ഓർഡറാണ് കൊടുത്തത്. എന്തായാലും നമുക്കിവിടെ കാണാം എങ്ങനെയാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ, വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ടിക്കറ്റ് കിട്ടി ബിഗ് സൈസിൻ്റെ. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, പോയി നോക്കാം. ഇവിടെ നമുക്ക് ടൈഗറിനെ കാണാം, കടുവ കേട്ടോ, കടുവ പ്ലേ വിത്ത് ടൈഗർ ഇവിടെ ബോർഡ് ഉണ്ട്, പോയി നോക്കട്ടെ. തോന്നണ എന്താ ടൈഗർ മേ സ്പ്രേയാ, മാറുന്നുള്ള സ്പ്രേ ചെയ്യും. നോ ഫ്ലാഷ് പ്ലീസ്. ഓക്കെ, ഇവിടെ ക്യൂ ആണ്, നമുക്ക് കാണാം. Shoot approach the tiger from behind and touch them firmly. Take photo, video, no flash. Please stay with your group and start. Don't walk alone. Please be careful. Relaxing around in the cage. Okay, come. Look Okay, at it. lift your back on the chair. ആയിക്കോട്ടെ. 3, 2, 1. നമുക്ക് കുളിക്കണ കാണാം. അപ്പം നല്ല രീതിയിൽ നിൽക്കാണ്. അവിടെ നടന്നട്ടെ. ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് 2 ടൈഗറിൻ്റെ കൂടെ നമുക്ക് എടുക്കാം. ടൈഗർ ഒന്ന് കെടുക്കാവും, ഒന്ന് ഉണർന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ മീഡിയം, ഇവിടെ സ്മോൾ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം. ടൈഗറിനെ ടച്ച് ചെയ്ത് വീഡിയോ എടുത്ത് ഇവിടെ നമുക്കൊരു സോനിയർ ഷോപ്പ് കാണാം. അങ്ങനെ ഈ ടൂർ പാക്കേജിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ നാക്ക സൺഡേ മാർക്കറ്റ്. വീക്കെൻഡ് മാർക്കറ്റാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് തോന്നുന്നത് മാർക്കറ്റ് വരേണ്ടത്, പക്ഷെ ഇവിടെയാണ് മാർക്കറ്റ്. വേണ്ട, മാർക്കറ്റിൻ്റെ ബോർഡൊക്കെ വേണ്ട ഇവിടെ. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, മാർക്കറ്റ് അതിൻ്റെ പുറത്താണ് കേട്ടോ. നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഇവിടെ ആരാ ഹൾക്ക കണ്ടല്ലോ. ഇവിടെ എന്താ ചില്ലർ കൂൾ ഡ്രിങ്ക്സ് ആൻഡ് ഇവിടെ ഡ്രിങ്ക്സ്, ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആണ് ഇവിടെ. ആൻഡ് ഇവിടെ ഗണ്ണ്, ഇവിടെ ഒരു ആളിരുന്ന് ഇങ്ങനെ പാടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് ബാഗിൻ്റെ ഷോപ്പ്, ഫുൾ ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടോ, ഫുള്ള് ബാഗാ. കോപ്പി ബാഗ്സ് ഫുള്ള് കോപ്പിയാണ്. LV ഡ്രസ് ഷോപ്പ്, ജ്വല്ലറി ഷോപ്പ്, ഇഷ്ടം പോലെ ഷോപ്പുകളാണ്, കുറേ സാധനങ്ങളുടെ. ഇതെന്താ, ഇത് ആയുർവേദിക് ഷോപ്പാണ് തോന്നുന്നത്. ആയുർവേദിക്കിൻ്റെ സ്മെല്ലൊക്കെ, കുട്ടികളുടെ സാധനങ്ങളൊക്കെ. ലാസ്റ്റ് നടന്നിട്ട് ഇതാ ഞങ്ങൾ ഫുഡ് മാർക്കറ്റിൻ്റെ ഏരിയയിലെത്തി. ഇവിടെ കണ്ടാ കോയിൻ്റെ കാല് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. യെസ്, ഒരുപാട് ഇത് കാണാം നമുക്ക്. പിന്നെന്താ, ഇവിടെ മാംഗോ, ബർഗർ, പിന്നെന്താ
എന്തൊക്കെയൊക്കെ ഉണ്ട് ഒന്നും മനസ്സിലാവണില്ല. ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മീൻ കാണാം. ഇതിലേതാ മീൻ പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് ഉണ്ടാക്കി തരും. ചൈനൻ്റെ കുറേ ജ്വല്ലേഴ്സ്. പിന്നെ പറഞ്ഞ ഡ്രസ്സിൻ്റെ ഏരിയ ആണ് ഇതൊക്കെ. അങ്ങനെ പോയാൽ നമുക്ക് കുറേ ഡ്രസ് ഷോപ്പാണ്. ഇതെന്താ അറിയോ, മിനി കനാബിസ് കഞ്ചാവാണല്ലേ. ഞങ്ങൾ ഫുക്കറ്റ് ഓൾഡ് ടൗണിലെത്തി. ഞങ്ങൾ ടൂറ് നാക്കാ മാർക്കറ്റ് വരുള്ളൂ, അവരിങ്ങോട്ട് ആക്കി തരില്ല എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ എന്ത് ചെയ്തത്, നാക്കാ മാർക്കറ്റ് ജസ്റ്റ് ഒരു 10 minutes ഹാഫ് ആൻ അവർ വാൾക്ക് നടത്തിങ്ങാണ്ട് എന്ത് ചെയ്ത് അവിടെ നിന്ന് ഗ്രാബ് വിളിച്ചിട്ട് നേരെ ഓൾഡ് മാർക്കറ്റ് വന്നു. ഞങ്ങൾ ഓൾഡ് മാർക്കറ്റ് കയറി ഇങ്ങോട്ട് നമുക്ക് പോയേക്കാം. മെയിൻ സൺഡേ മാർക്കറ്റ്. അവർ ടൂർ പാക്കേജിൽ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് വേറെ നാക്ക മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് സാധാ നമ്മളവിടുത്തെ മാർക്കറ്റ് പോലെ ഉണ്ട്. പക്ഷെ ഇതാണ് മെയിൻ. റോഡ് ഫുൾ ബ്ലോക്ക് ആക്കി റോഡിൻ്റെ നടുവിലുണ്ടല്ലേ മാർക്കറ്റ്. ലബൂബു എല്ലാവിധ കരകൗശല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്. പറഞ്ഞപ്പോരോ ഫോറിനേഴ്സ് അറിയോ, ഇത്ര പോരെ ഫുഡ്, 2 സൈഡിൽ ഫുഡ്, കരകൗശല സാധനങ്ങൾ എല്ലാതും ഉണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ് കട്ട്സ്, ജ്യൂസ് ഇഷ്ടം പോലെ നമുക്ക് കാണാം. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഫുഡ് കഴിക്കാൻ. അതും അധികം ഹലാലാണ് കേട്ടോ. ഈ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിലും ഫുള്ളി ഹലാൽ. അധികം ഫുള്ളെന്ന് പറഞ്ഞില്ല, മെജോറിറ്റി ഹലാൽ ബോർഡുള്ള ഫുഡാണ് ഫുള്ള്. സീ ഫുഡിൻ്റെ ഒക്കെ ഒരു ശേഖരം തന്നെ ഉണ്ട്. പിന്നോട്ട് ഒരു പെൺകുട്ടി പാടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു ബർഗർ വെക്കണ ഒരു ഉണ്ട്, ഹലാൽ ബർഗർ. സോ ഞങ്ങൾ അതൊന്ന് ട്രൈ ആക്കാൻ പോകാം. ബീഫും ചിക്കനും ഉണ്ട് കേട്ടോ, നമുക്ക് കേൾക്കാം. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ അറിയാതെ വീണ് പോകും നമ്മളിതിൽ. വേറെ സ്മെല്ലിൽ അടിപൊളി സ്മെല്ലാണ്. അവർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കി തരും കേട്ടോ. ചീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരേതായ സോസിലും കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ട് എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങൾ ആ 2 ബർഗർ വാങ്ങി, ഒരു ബീഫ് ഒരു ചിക്കനും വാങ്ങി. ഇതെന്താ തോന്നുന്നത്, എന്താണ് വലിയ കോഴി ടർക്കി എന്താ ഇത്? അങ്ങനെ ഇവിടെ വയറിലായിട്ടുള്ള ഒരു സ്മൂത്തി കുടിക്കാൻ പോവാണ്. മാംഗോ സ്മൂത്തി. അത് ഭയങ്കര വയറിലാണ്. ഹേ മാംഗോ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഭയങ്കര തിരക്കാം, ഒരു രക്ഷയില്ലാതെ തിരക്കാം. പിടുത്തം മുട്ടാ കഴിഞ്ഞ് റീച്ചിട്ട് ഹേ മാംഗോ യാസ് വി റീച്ചിട്ട്. ഇവിടെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫുക്കറ്റ് എടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൾഡ് ടൗണിൽ കഴിച്ച ഒരു സംഭവമാണിത്. 240 രൂപ 2 സ്മൂത്തി കേട്ടോ. 240 for 2 സ്മൂത്തി. വളരെ പ്രസൻറ്റേഷനാണ് മെയിൻ. അടിപൊളി കണ്ടില്ല, ഈ മാംഗോ അങ്ങനെ വെച്ചിട്ട് ഒരു പൂവൊക്കെ വെച്ചിട്ട് അടിപൊളി പ്രസൻറ്റേഷനാണ്. ലാൻഡേൺ ഫുക്കറ്റ് ലാൻഡേൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാണാൻ കുറച്ച് പരിപാടി ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ സ്ക്രീനും കാര്യങ്ങളും ഫുൾ ഓണാണ് ഇവിടെ. ഞങ്ങളങ്ങനെ പത്തോങ് ബംഗ്ലാദ റോഡിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ എത്തിയത് വലിയൊരു കഥ പറയാണ്ട്. ഞങ്ങൾ ഫുക്കറ്റ് ഓൾഡ് മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 8 മണിക്ക് ഇറങ്ങിയതാണ്. ക്രാബ് കുറേ ബുക്ക് ചെയ്യാൻ നോക്കി, ബോൾട്ട് കുറേ ബുക്ക് ചെയ്യാൻ നോക്കി, ഒന്നും കിട്ടണില്ല. കാരണം എല്ലാവരും ഓഫാക്കിയിട്ടുണ്ട്. കാരണം ഒരു ടാക്സിക്കാരൻ ഞാൻ ഗ്രാബും ബോൾട്ടും എന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ഗ്രാബും ബോൾട്ടും, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആർക്കും. എല്ലാവരും ടുക്ക് കേൾക്കുമ്പോൾ പറയണത് 600 ബാത്ത്, കാറൊക്കെ 1000 ബാത്തൊക്കെയാണ്. വെറും 10 കിലോമീറ്ററോടെയാണ് അവർ ചോദിക്കണത്. 1000 ബാത്ത് പറഞ്ഞാൽ 3000 റുപ്യ നമ്മുടെ നാട്ടിലെ. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് നിന്ന് ലാസ്റ്റ് ഒരു ബൈക്ക് ടാക്സിക്കാരെ ഗ്രാബിൻ്റെ ഓടുന്ന ആളാണ് തോന്നുന്നത്. ഒരു ചെക്കൻ അവൻ വന്നിട്ട് എന്ത് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് നിർത്തി. അത് വേറെ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ നിർത്തി. അപ്പോൾ അവനോട് ചോദിച്ചു ടാക്സി ഓടാമെന്ന് ചോദിച്ചു. അപ്പോൾ ടാക്സി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കാൻ ചോദിച്ചു. 10 എന്ന് പറഞ്ഞു. 10 എന്ന് പറഞ്ഞ് അവന് എന്ത് ചെയ്ത് എത്ര ആളാന്ന് ചോദിച്ചു. 2 ആളെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവൻ 300 എന്ന് പറഞ്ഞു. ഞങ്ങൾ കയറി ഇരിക്കാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു അല്ല സോറി 350 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോ മറ്റുള്ളവരൊക്കെ 900 600 അല്ലേ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞ് കയറി ഇരുന്ന് കുറച്ച് ഒരു 3 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഒന്ന് വണ്ടി എടുത്തിട്ട് പറയാം എനിക്ക് എൻ്റെ വണ്ടി കേടരാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ 400 റുപ്യ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കോളിന്ന്. എന്താ ചെയ്യുക, കുടുങ്ങിയില്ലേ. ഫസ്റ്റ് 400 റുപ്യക്ക് എന്ത് ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് വിട്ട്. അങ്ങനെ 13 കിലോമീറ്റർ ഓടി 10 ബംഗ്ലാ റോഡിൽ ഇറക്കി തന്ന്. എല്ലാന്നുണ്ടെങ്കിൽ ഇനി എത്രത്തോളം ലേറ്റ് ആവണം അത്രത്തോളം പൈസ കൂടുള്ളൂ. അപ്പോൾ എല്ലാവരും ഫുക്കറ്റ് ഓൾഡ് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാക്സിമം സൺഡേ ആണെന്നുണ്ടെങ്കിൽ സ്വന്തം ബൈക്ക് റെൻ്റ് എടുത്ത് പോവാം. എല്ലാന്നുണ്ടെങ്കിൽ
എന്താ പറയുക പകല് പോവുക, രാത്രി നല്ല തിരക്കാവും. അതിനനുസരിച്ച് ഗ്രാബ് ഒന്നും നമുക്ക് കിട്ടില്ല, നല്ല ലോക്കാവും. നമ്മൾ ഏറ്റവും ബെറ്റർ റെൻറ്റിന് എടുക്കുക, ബൈക്ക് റെൻറ്റിന് എടുക്കുക പോണതാണ്. നമ്മളെ ഇഷ്ടത്തിന് പോയി വരാം.